ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളുടെ താഴത്ത് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടീഷ്യനും മേക്കപ്പും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. സോ ഒരു കോഴ്സായിരുന്നു. അപ്പം ആ കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ഫുള്ളായിട്ട് ചെയ്യണമെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇപ്പോൾ ഇതിനകത്തൊരു ഫുൾ ബ്രൈഡൽ ലുക്ക് ഇൻക്ലൂഡിങ് മേക്കപ്പ്, സാരി ഡ്രൈപ്പിംഗ്, ഹെയർ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴത്തേക്കും പോലെ അനിയത്തി തന്നെയാണ് എൻ്റെ മോഡൽ. സോ ഇതിനകത്ത് ഫുൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോ മാത്രമായിട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ സാരി ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ കണ്ടില്ലാത്തവർ അത് പോയി കണ്ടു നോക്കട്ടെ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഡ്രൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം റൈറ്റ് സൈഡിൽ ടക്കിൻ ചെയ്യുക. അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും കൊണ്ടുവന്ന് ടക്കിൻ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ നടുക്കത്തെ ഒരു ഭാഗം ടക്കിൻ ചെയ്യാവുള്ളൂ. അത് ചെയ്യാൻ നേരത്ത് ഒട്ടും തള്ളിയിരിക്കാത്ത രീതിയിൽ നല്ലോണം അകത്തോട്ട് പുഷ് ചെയ്ത് വെക്കണം. എന്നിട്ട് താഴെ ഇതേപോലെ നല്ല ലെവലാക്കി വെക്കണം. എന്നിട്ട് തിരിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ടക്കിൻ ചെയ്യുക. അതിനുശേഷം മാത്രമേ അവിടുത്തെ നടുക്ക് ഭാഗത്തും ടക്കിൻ ചെയ്യാവുള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഈ സാരി നമ്മൾ ഓൾറെഡി പ്രീ പ്ലീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ താഴത്തെ പ്ലീറ്റും മുകളിലത്തെ പ്ലീറ്റും എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. സോ പ്രീ പ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാരി ഇതേപോലെ കറക്കി കൊണ്ടുവന്ന് നമ്മുടെ മുകളിലത്തെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ താഴത്തെ ഞൊറിവിൽ കുത്തിയിരിക്കുന്ന പിൻ മാറ്റിയിട്ട് ഇതേപോലെ കുറച്ചൊന്ന് വിടർത്തി വെക്കുക. ഒരേ ലെവലിൽ വെക്കരുത്. എങ്കിൽ മാത്രമേ നമുക്ക് താഴെ ഇങ്ങനെ നല്ല വിടർന്ന് കിടക്കത്തുള്ളൂ. ഇനിയാണ് നമ്മൾ സാരി എടുക്കുന്നതിൻ്റെ ആ ഷേപ്പ് വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളിതാ ഈ മേളത്തെ ഭാഗത്തുനിന്ന് നല്ലോണം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഇടുപ്പിൻ്റെ പോർഷനിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് പിൻ ചെയ്യണം. നമ്മൾ അത്രത്തോളം ടൈറ്റായിട്ട് നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ ആ സാരി ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ലൂസ് ആവാതെ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ മേളിലെ ഭാഗം ആദ്യത്തെ ബോർഡർ കൊണ്ട് നമ്മൾ ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അന്നെങ്കിൽ പിൻ ചെയ്തിട്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഇതേപോലെ ഞൊറിവെടുക്കുക. ഈ ഞൊറിവെടുക്കാൻ നേരം നമ്മൾ പുറകു വശവും കൂടെ നോക്കണം. അത് നോക്കാതെ ഞൊറിവെടുത്ത് കഴിഞ്ഞാൽ പുറകു വശം മാത്രം ഒരുമാതിരി ഒരു ഓക്വേർഡായിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറകു വശവും കൂടെ നോക്കി നല്ലോണം പിടിച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ഞൊറിവെടുക്കാനായിട്ട്. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് ഓക്കെ ആയിക്കോളും. എന്നിട്ട് അത് അവിടെ കൊണ്ടുവന്ന് നമ്മുടെ പാവാടയും കൂടെ ചേർത്ത് പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഞൊറിവുകളെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക. താഴെ കറക്റ്റ് ലെവലാണോ എന്നൊക്കെ നോക്കി ഒന്ന് വിടർത്തിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ സാരിയുടെ അകത്തോട്ട് നല്ലോണം പുഷ് ചെയ്ത് വെക്കുക. ഇത് നല്ല രീതിയിൽ പുഷ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു ബൾജ് ഇല്ലാതിരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു പിന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ നല്ലോണം കുടഞ്ഞ് ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ നല്ലോണം എടുത്ത് അവിടെ നിന്ന് വീണ്ടും പിന്ന് കുത്തുക. നമ്മൾ ഓൾറെഡി സാരി കുത്തിയിരിക്കുന്ന പിന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിക്ക് ആ കറക്റ്റ് ഷോൾഡറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ടൈറ്റായിട്ട് വലിച്ച് പിടിച്ചതിനെ പിന്ന് കുത്തണം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് കുറച്ചുകൂടെ നമുക്ക് ബാക്കിലായിട്ട് ആ ബ്ലൗസിൻ്റെ ബാക്കിലായിട്ട് ഒരു പിന്നും കൂടെ കുത്താം. സോ ഇതാണ് നമ്മുടെ സാരി എടുത്തിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാരിയുടെ ഡ്രൈപ്പിങ്ങിൻ്റെ ആ ഒരു നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു ബ്രൈഡൽ ലുക്കിൻ്റെ. നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. സെക്കൻഡ് പാർട്ട് ഇസ് മേക്കപ്പ്. ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ പീച്ച് മിൽക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും കൂടെയാണ്. പിന്നെ ഈ മോയ്സ്ചറൈസർ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലോട്ട് ബാക്കി മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഇങ്ങനെ ഇറങ്ങാതിരിക്കാനും പിന്നെ ഒരു സ്മൂത്ത് ബേസ് പ്രൊവൈഡ് ചെയ്യാനാണ്. അതായത് നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ നേരത്ത് നല്ലോണം ബ്ലെൻഡ് ആവാനൊക്കെ ഈ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കഴുത്തിൽ നല്ലോണം അപ്ലൈ ചെയ്യുക. ഫേസ് പ്രെപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലിപ്പ് പ്രെപ്പ് ചെയ്യുക എന്നുള്ളതും. സോ നമ്മളിവിടെ ഒരു ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത് എം കഫേൻ്റെ ലിപ് ബാമാണ്. അത്യാവശ്യം നല്ല ഒരു ലിപ് ബാമാണ്. ഇത് ലിപ്സ്റ്റിക്കിന് ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കളർ കറക്ടറാണ്. നമ്മൾ സാധാരണ ഓറഞ്ച് കളർ കറക്ടറാണ് അണ്ടർ ഐയിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ഓറഞ്ചിനെക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് തന്നെ എടുക്കുക. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാർക്ക് കളറും പിഗ്മെൻറ്റേഷൻസ് ഒക്കെ നമ്മുടെ മുഖത്ത് എവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും എസ്പെഷ്യലി നമ്മുടെ അണ്ടർ ഐസിൽ അപ്പം അതിനെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷ് കിട്ടുക. അപ്പം ഞാനിവിടെ ഇവർക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് കണ്ണിൻ്റെ താഴെയും പിന്നെ ചുണ്ടിൻ്റെ ആ സൈഡിലൊക്കെയാണ്. അപ്പോൾ
അവിടെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റിങ്ങിൽ കളർ എത്രത്തോളം അറിയാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓവറായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യാണ്. സോ കൺസീലറായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിലാപ്പിൻ്റെ 07 കാരമൽ ഷെയ്ഡുള്ള കൺസീലറാണ്. ഓരോരുത്തർക്കും മാച്ച് ആവുന്ന കളേഴ്സ് തന്നെ നോക്കിയെടുക്കാൻ നോക്കുക. നമ്മൾ നേരത്തെ കറക്റ്റ് അപ്ലൈ ചെയ്ത ആ ഭാഗത്തിൽ തന്നെയാണ് നമ്മൾ ഈ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് മുമ്പ് ഞാനിത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ആ ഒരു ഡാർക്ക് ഏരിയാസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ നല്ലോണം ഇത് ബ്ലെൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ മേക്കപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ മെയിനായിട്ട് ഫൗണ്ടേഷനും കൺസീലർ ആണല്ലോ, ഇതെല്ലാം ബ്ലെൻഡിങ്ങിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത്. എത്രത്തോളം നമ്മൾ സമയം എടുത്ത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് അറിയാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് കൺസീലർ എടുത്തിട്ട് നമ്മൾ ആ കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് കൂടുതൽ ഇടണം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐ ഷാഡോ ഇടാൻ നേരത്ത് കറക്റ്റായിട്ടൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ കണ്ണിൻ്റെ ഭാഗത്ത് നല്ലോണം ലൈറ്റ് കളറായിട്ടിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇത് കുഴപ്പമില്ല, കാരണം ഐ ഷാഡോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. ഇനി നമ്മൾ ഐ ഷാഡോ അപ്ലൈ ആണ്. ഐ ഷാഡോ ഡ്രസ്സിൻ്റെ ആ ഒരു കളർ മാച്ച് ആവുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു വയലറ്റ് ഷെയ്ഡും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ നമ്മുടെ ഇന്നർ കോർണറിൽ നിന്ന് ഒരു ഗോൾഡും കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഔട്ടർ കോർണറിൽ ചെറുതായിട്ട് ഒരു ബ്ലാക്കിൻ്റെ ഷെയ്ഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് സ്മോക്കി ഇഫക്റ്റ്, അതായത് വലിയ രീതിയിൽ സ്മോക്കി ഇഫക്റ്റ് ഞാനൊന്നും ചെയ്യുന്നില്ല, ചെറിയൊരു സ്മോക്കി ഇഫക്റ്റ് വരും. നമ്മൾ ആ ഒരു ഔട്ടർ കോർണറിൽ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ട് എല്ലാം കുറച്ചും കൂടെ കുറച്ചുകൂടെ ഹാഷായിട്ട് ചെയ്യുന്നത് തോന്നും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഭയങ്കര സമയം എടുത്ത് നല്ല സോഫ്റ്റായിട്ട് രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ആകത്തുള്ളൂ. ഒരിക്കലും നമ്മൾ വെപ്രാളം പിടിച്ച് ചെയ്യരുത്. ഓക്കെ, അപ്പം ഞാനിതിനകത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്തും കളേഴ്സ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ രീതിയിൽ കൊടുക്കാം. അതായത് ഔട്ടർ കോർണർ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അവിടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ഇന്നർ കോർണേഴ്സിൽ നിന്ന് കൂടുതലും ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ലൈറ്റിംഗ് കുറച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് ആ ഒരു ഷെയ്ഡ്സ് കാണാൻ വേണ്ടിയിട്ടാണ് മാറ്റിയത്. അപ്പം ഞാനിനി ഒരു ഗോൾഡ് ഷെയ്ഡ് എടുക്കുക, ഒരു ഗ്ലിറ്ററി ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് അതാണ് ഇന്നർ കോർണറിൽ നിന്ന് കൊടുക്കാൻ പോകുന്നത്. ഇപ്പുറത്തെ കണ്ണ് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ആ ഒരു ഗ്ലിറ്റേഴ്സ് അവിടെ കറക്റ്റായിട്ട് പറ്റുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ലൈറ്റിൻ്റെ ഡിഫറൻസ് കാരണമായിരിക്കും ഇത് കാണാൻ പറ്റാത്തത്. അപ്പം നമ്മൾ ഐ മേക്കപ്പിന് എന്തായാലും കുറച്ച് സമയം നല്ലവണ്ണം സ്പെൻഡ് ചെയ്യുക. കാരണം ഈ ഐ മേക്കപ്പ്, ഐബ്രോസ്, അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഫുൾ മേക്കപ്പ് ലുക്കിൽ ലിഫ്റ്റ് ചെയ്യുന്നത്. മറ്റേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊരു ബേസ് എന്ന് പറയുന്നതല്ലാതെ ഈ കണ്ണിൻ്റെ ഒക്കെ ഒരു പോർഷനാണ് കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. സോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൂൾ സിനമൺ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ലാക്മേ 95 പ്രൈമർ പ്ലസ് മാറ്റ് പെർഫെക്റ്റ് കവർ ഫൗണ്ടേഷൻ്റെ കൂൾ സിനമൺ എന്നുള്ള ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതും എല്ലാവർക്കും മാച്ച് ആവുന്ന ഷെയ്ഡ്, അതായത് ഓരോരുത്തർക്കും മാച്ച് ആവുന്ന ഷെയ്ഡ് തന്നെ നോക്കി സെലക്ട് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. അപ്പം നമുക്കാണെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം, ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാം. ഇനി കൈ വെച്ചാണെങ്കിലും ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്ക് ഏതാണോ കംഫർട്ട് അതനുസരിച്ച് ചെയ്യുക. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മുഖത്ത് ആ സ്ട്രോക്സ് എടുത്തറിയുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രൊഡക്റ്റ് ബ്രഷ് അങ്ങ് എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ബ്ലെൻഡറാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. നമുക്ക് എന്താ ഒരു കേക്കിനെസ് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ലോണം സമയം എടുത്ത് തന്നെ ബ്ലെൻഡ് ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ നേരത്ത് കയ്യിലോ അല്ലെങ്കിൽ പാലറ്റിലോ അത് കുറച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ വീണ്ടും കൺസീലർ അപ്ലൈ ചെയ്യുകയാണ്. കണ്ണിൻ്റെ താഴെയും മൂക്കിൻ്റെ ഒരു ബ്രിഡ്ജിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് നമ്മൾ കൺസീലർ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയി നിൽക്കാനും ഒന്നുകൂടെ ഒരു ലൈറ്റ് ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഇത് നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അതുപോലെ നമ്മൾ ഫോർഹെഡിൻ്റെ പോർഷനിലും ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതും ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഭാഗവും നല്ലോണം ഒന്ന് ഹൈലൈറ്റ് ആയി നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഐബ്രോസ് ചെയ്യാൻ പോകണം. ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ഐബ്രോസ് ചെയ്യും, പിന്നെ നമ്മൾ ബ്രഷ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഐബ്രോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എൻഹാൻസ്ഡ് ആവുന്നത്. നമ്മൾ ഐബ്രോസ് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ഒരു ലുക്ക് അടിപൊളിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഇന്നർ കോർണറിൽ ഒരുപാട് പ്രസ് ചെയ്യരുത്, ഒന്ന് ലൈറ്റായിട്ട് ചെയ്യാവുള്ളൂ. അപ്പോഴേ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടത്തുള്ളൂ.
ഇനി നമ്മൾ കോണ്ടൂർ ചെയ്യാൻ പോവാണ്. കോണ്ടൂർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചുണ്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ കോണ്ടൂർ ചെയ്യാമെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. എന്തിനാണ് കോണ്ടൂർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഒരു ഷേപ്പ് കൊടുക്കാൻ, അതായത് ചീക്സിൻ്റെ ഭാഗത്തൊരു ഷേപ്പ് കൊടുക്കാനും ഒരു ലിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, ഒരു ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ കോണ്ടൂറായിട്ട് യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക്കാണ്. ചോക്കോ ക്രേ എന്നുള്ള ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും ബ്ലഷായിട്ടും കോണ്ടൂറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്സ് തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അത് മാത്രമല്ല കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, കോണ്ടൂറായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ ഇവിടെ അല്ലാതെ ലിക്വിഡ് കോണ്ടൂർ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തു. പിന്നെ പൗഡർ ആയിട്ടുള്ള കോണ്ടൂറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ടുള്ള ഇത് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ഒരു എലഗൻ ലുക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. സോ നമ്മൾ കോണ്ടൂർ ചെയ്യുകയാണ്. രണ്ട് സൈഡിലും, ചീക്കിന് രണ്ട് സൈഡിലും നമ്മൾ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും കോണ്ടൂർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോർഹെഡിൻ്റെ ഈ ഒരു ഏരിയയും കോണ്ടൂർ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്ക് വരാനും ഒന്നുകൂടെ അതൊന്ന് ഡാർക്കനായി ബാക്കി ഭാഗങ്ങൾ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് വരാനും അത് ഹെൽപ്പ് ചെയ്യും. അതായത് കോണ്ടൂർ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പൗഡർ എടുക്കാം. എന്തെങ്കിലും ഒരു പൗഡർ ആയിരുന്നാൽ മതി, ഒരു വൈറ്റ് കളർ ആയിരിക്കണമെന്നേ ഉള്ളൂ. നമ്മളത് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഇതാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉടനെ അത് മായ്ച്ച് കളയരുത്, അങ്ങനെ ഇട്ടേക്കാം. അതേപോലെ നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു ഭാഗം, പിന്നെ നമ്മൾ നേരത്തെ കൺസീലർ അപ്ലൈ ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ണിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ഇപ്പോൾ തുടച്ച് കളയുന്നില്ല, അങ്ങനെ ഇട്ടേക്കാണ്. ഇപ്പോൾ ആ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടി ഒരു ഫിനിഷ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഐ മേക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. അത് നമ്മൾ ഓൾറെഡി ഐ ഷാഡോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്കിനി ബാക്കി ഐലൈനറും ബാക്കിയുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കാജലാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലാക്മേയുടെ ഐക്കോണിക് കാജലാണ്. അത്യാവശ്യം നല്ലൊരു കാജലാണ്. ഇത് ഒരുപാട് സ്മഡ്ജൊന്നും ആവത്തില്ല. പിന്നെ അത് മാത്രമല്ല നല്ല ബ്ലാക്ക് ഷെയ്ഡൊക്കെ തരികയൊക്കെ ചെയ്യും. പിന്നെ ചില കാജൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് നീറുമല്ലേ, അപ്പോൾ ഇതിന് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കണ്ണിങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അല്ലാതെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു കാജലാണ് ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം വരാൻ പോകുന്നത്. അതേ ഗൈസ്, ഐലൈനർ. അപ്പോൾ എല്ലാവരും പരാജയം സമ്മതിക്കുന്നതും എല്ലാവരും തകർന്നു പോകുന്ന ഒരു സ്റ്റേജാണ് ഐലൈനർ എന്ന് പറയുന്നത്. കാരണം ഒരു സൈഡ് പോലെ തന്നെ അടുത്ത സൈഡും വന്നാലേ ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുള്ളൂ. അത് മാത്രമല്ല ഐലൈനർ അപ്ലൈ ചെയ്ത നേരത്ത് മാത്രമാണ് നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ വരുന്നത്. ഇത്രയും മേക്കപ്പ് ചെയ്തതിനകത്തൊന്നും നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഐലൈനർ അപ്ലൈ ചെയ്ത നേരത്ത് ആരായാലും ഒന്ന് പകച്ചു പോകും. കാരണം അത് കറക്റ്റ് രീതിയിൽ അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹോൾ മേക്കപ്പ് പിന്നെ അത് വൈപ്പ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് സമയം എടുത്ത് തന്നെ ഐലൈനർ അപ്ലൈ ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കല്ലാതെ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വേറൊരു എന്തായാലും മാർക്കർ കൈൻഡ് ഓഫ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് പറയാൻ അറിയത്തില്ല, വേറൊരു ജെല്ല് പോലത്തെ ഒരു സംഭവം കിട്ടും. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഐലൈനർ ആകുമ്പോഴത്തേക്കും നമുക്കത് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ ബ്രൈഡൽ മേക്കപ്പ് രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കട്ടിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം എങ്കിൽ നമുക്ക് ആ ഒരു മൊത്തത്തിലുള്ള ലുക്ക്, ഐയുടെ മൊത്തത്തിലുള്ള ലുക്ക് വരുമ്പോഴത്തേക്കും ആ കണ്ണ് ഫുള്ള് നല്ലോണം എടുത്ത് ഒരു എന്താ പറയണ്ടേ, കണ്ണ് മാത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അങ്ങനെ ഒരു എടുപ്പ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്താലേ പറ്റത്തുള്ളൂ. സോ എന്തോ ഒരു ഭാഗ്യത്തിന് ഇത്തവണ രണ്ട് സൈഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ഇനി നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തേക്കുന്ന ആ പൗഡർ ഉണ്ടല്ലോ, കണ്ണിന് താഴെ അപ്ലൈ ചെയ്തത്, അത് നമ്മൾ നല്ലോണം ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ആ ഒരു കുറച്ച് നേരം അവിടെ ഇരുന്നതിൻ്റെതായിട്ടുള്ള ഒരു എടുപ്പ് അവിടെ ഓൾറെഡി വരും. ഈ പെണ്ണിത് താഴെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് കണ്ണിന് താഴെ, അപ്പോൾ തുടച്ച് കളയാണ് അതൊക്കെ. ഇനി നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യാണ്. സോ മസ്കാര അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യുക. ഞാനിതൊരു വീഡിയോ കണ്ടു തന്നെയാണ്. ആദ്യം നമ്മൾ ആ ഒരു നമ്മുടെ കൺപീരി എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം മസ്കാര അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം ബുഷി ആയിട്ടിരിക്കും. അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഇതേപോലെ ചെയ്യാം. അതിനുശേഷം മാത്രം നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ ഒന്ന് എടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് നമ്മളൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആഹാ, മുടുക്കനായി. എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ലുക്ക്. ഇനി നമ്മുടെ മെയിൻ പാർട്ട് ലിപ്സ്റ്റിക്ക്. സോ ലിപ്സ്റ്റിക്ക് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് സുഡിയോയുടെ മോ മിസ്റ്ററി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സിന് അത് മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്, ഒരു ഡാർക്ക് റോസ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പിന്നെ അത് മാത്രമല്ല അങ്ങനെയാണെങ്കിലും നമുക്കൊരു ന്യൂഡ് ലുക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ്. ഇനി നമ്മൾ അടുത്ത പാർട്ടിലോട്ട് കിടക്കാൻ പോവാണ്. അതാണ് ഹെയർ. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്.
അതെ ഗൈസ്, എന്താണ് ട്വിസ്റ്റ് എന്നല്ലേ, ഈ വീഡിയോ ഫുള്ളായിട്ട് റെക്കോർഡായിട്ടില്ല. അതാണ് ആ ട്വിസ്റ്റ്. ഈ ഒരു ഹെയറിൻ്റെ ഭാഗം എത്തിയപ്പം പകുതിയോളം വീഡിയോ എൻ്റെ ഫോണിൽ റെക്കോർഡായത് SD കാർഡിലോട്ടാണ്. അപ്പോൾ എൻ്റെ SD കാർഡിന് ഇടയ്ക്ക് അങ്ങനെ പ്രോബ്ലം വരാറുണ്ട്, ആ ഒരു ഫയൽ പിന്നെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം പറ്റി ഗൈസ്. എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വരാതെ എവിടെ പോകാൻ. പിന്നെ ഞാൻ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് നേരം വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച പോട്ടേന്ന് വെച്ചു. പിന്നെ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കുറേച്ചൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും അവസാനത്തെ കുറച്ച് പോർഷൻ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് എന്നെ ക്ഷമിക്കുക. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്തത് ഹെയർ സെറം ആണ്. സ്ട്രീക്സിൻ്റെ ഹെയർ സെറം ആണ് അപ്ലൈ ചെയ്തത്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഹീറ്റ് കൊടുക്കാൻ പോകുന്നതുകൊണ്ട് അപ്ലൈ ചെയ്തതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ക്രിമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം അതായത് ഇങ്ങനെ ഇവളുടെ കണ്ടോ, ഇവളുടെ മുടിക്കകത്തൊക്കെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് കട്ടിയില്ല. അപ്പം ക്രിമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ കുറച്ചുകൂടെ വോളിയം തോന്നിക്കാൻ നമുക്ക് ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ ക്രിമ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ്നർ തന്നെയാണ്. അപ്പോൾ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് നമുക്ക് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്തെടുക്കാൻ പറ്റും അത് നമുക്ക് നോക്കാം. സോ സ്ട്രെയിറ്റ്നറായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നല്ലൊരു ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. കാരണം ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് ആകും, ഒരുപാട് ഹീറ്റ് അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ള മോഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു ഫുൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് പുറകിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ഒരു ബോ പോലെ ആക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പൂവൊക്കെ വെക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഉള്ള മുടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നടുക്കുന്ന് പാർട്ടീഷൻ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു ബണ്ണ് കെട്ടുന്ന പോർഷൻ വരെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതിൻ്റെ ഞാനൊരു ഫോട്ടോ കാണിക്കാൻ ഇടയ്ക്ക് വെച്ച് എടുത്ത് ആ ഒരു ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം അത് വെച്ചിട്ട് എങ്ങനെയാണ് വെച്ചതെന്ന് ഊഹിച്ചെടുക്കാൻ ഇനി പറ്റത്തുള്ളൂ. കാരണം വേറെ വഴിയില്ല. എത്രയൊക്കെ ഞാൻ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് റിക്കവർ ആയി വരുന്നില്ല. അപ്പം ഞാനിനി കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ബാക്ക് കോംബ് ചെയ്യാണ്. ഈ ബാക്ക് കോംബ് ചെയ്യുന്നത് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ബുഷി ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതും നമുക്കൊരു ക്രിമ്പ് ചെയ്ത ഹെയറിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലാതെ ക്രിമ്പ് ചെയ്യാത്തൊരു ഹെയറിൽ നമുക്കത് എത്രത്തോളം അങ്ങനെ ആക്കിയാലും ആ ഒരു ക്രിമ്പിൻ്റെ ആയിട്ടുള്ള എഫക്റ്റ് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ മുടിയെല്ലാം കൂടെ എടുത്ത് നമ്മൾ ഇതേപോലെ ബണ്ണിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോ ആണിത്. അതായത് നമ്മൾ ആ ഒരു താഴെ കിടക്കുന്ന മുടി ഉണ്ടല്ലോ, അത് ഞാൻ പിന്നീട്ട് ഈ ഒരു മുടിയുടെ ചുറ്റിനും ബണ്ണിൻ്റെ ചുറ്റിനും കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഈ പൂ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നടക്കുന്ന പാർട്ടീഷൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതിനൊക്കെ മുടി ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതും ഫുള്ളായിട്ട് ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. എന്തായാലും ഈ ഒരു പിക്കെങ്കിലും കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോനെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഇതേപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. പിന്നെ എന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടേക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.